നമസ്തേ. 2026 വിഷുഫലം. കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ കാൽഭാഗത്തുള്ളവർക്ക് 12ലാണ് ശനി നിൽക്കുന്നതെങ്കിലും അവർക്ക് ജൂൺ മാസത്തിലൊക്കെ തുടങ്ങി ഏറ്റവും നല്ലൊരു വർഷഫലം ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അവരും പിന്നെ കാർത്തികയുടെ മുക്കാൽ ഭാഗം ഇടവക്കൂറിലുള്ള രാശിക്കാരാണെങ്കിലും അവർക്ക് 11ലാണ് ശനി. അപ്പോൾ അവർക്ക് ഇത്തിരി കൂടി നല്ലൊരു സമയമാണ്. ഇപ്പോൾ 2ൽ വ്യാഴം നിൽക്കുന്നുണ്ട്. പിന്നെ 3ലേക്ക് വന്നാലും സ്വന്തം വീട്ടിൽ ബലവാനാണ്. അപ്പോൾ കുറച്ച് മനോവിഷമങ്ങളുണ്ടെങ്കിലും ഗുണങ്ങളും ദോഷങ്ങളും ഇത്തിരി സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലത്തിലാണ് നമുക്ക് കാർത്തികക്കാർക്ക് ഇടവക്കൂറിൽ നിൽക്കുന്ന കാർത്തികക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ അവരുടെ ആയാലും ഇതുപോലെ സാമ്പത്തിക തടസ്സങ്ങൾ, അതേപോലെ വിദേശത്തേക്ക് പോകുന്ന കാര്യങ്ങൾ, പ്രൊമോഷൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങളൊക്കെ ഉള്ളവർ ഈ ഒരു വർഷത്തിൽ നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് നമുക്ക് സാധിക്കും. ഇടവൻ രാശിയിൽ നിൽക്കുന്നവർക്ക് 11ലെ ശനി ഏറ്റവും നല്ലതായിരുന്നു. 2ലെ വ്യാഴവും നല്ലതായിരുന്നു. അപ്പോൾ 3ലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് മാറ്റം, ഈ വർഷത്തിൽ തന്നെയാണ് വ്യാഴത്തിന് ഒരു മാറ്റം വരുന്നത്. അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമം നന്നായിട്ട് ജപിക്കുക. വ്യാഴമാണ് മാറുന്നത്, അപ്പോൾ വിഷ്ണുവിനെ തന്നെ നന്നായിട്ട് ജപിക്കാം. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വിളക്ക്, മാല, പായസം, പാൽപ്പായസം എന്നിവയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം കാർത്തികക്കൂറുകാർക്ക്, ഇടവത്തിൽ നിൽക്കുന്നവർക്കായാലും മേടൻ രാശിയിൽ കാൽ ഭാഗത്തിൽ നിൽക്കുന്നവർക്കായാലും നല്ലൊരു ഭാവത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും.